പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. എൻ്റെ ദൈവഭക്തരെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നീ ശ്രദ്ധിക്കുക, നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നും ഒരു അവിശ്വാസിയെ തുടരുക എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ സംഭ്രമിപ്പിക്കേണ്ട സാഹചര്യങ്ങളിലെ നിന്റെ ദൈവിക വാഗ്ദാന പ്രകാരം എൻ്റെ സാന്നിധ്യം എനിക്ക് മുമ്പേ പോകുന്നുവെന്നുള്ള ശാശ്വതമായ വാഗ്ദാനത്തെ ഞാൻ അനുസ്മരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. എന്തെങ്കിലും തകർച്ച വന്നാലേ, എന്തെങ്കിലും ഒറ്റക്കായി പോകുന്ന തോന്നിയാലേ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ല. ഒറ്റക്കായി പോകുന്ന സ്റ്റാറ്റസ് ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തുമില്ല. അവിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകും. അവർക്ക് 1000 പേര് കൂടെ നിന്നാലും ആരുമില്ലെന്ന് തോന്നിപ്പോകും. മനസ്സിലായി? ആരും കൂടെ ഇല്ലെങ്കിലും അത് നോക്കിയേ, മോസസ് മരിക്കാൻ നേരം 31:1 എടുത്തേ, 31:2 മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. നിയമാർത്ഥം 31:2 അവൻ പറഞ്ഞു എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാം. ചില ആൾക്കാർ ജോലി ചില സമയത്ത് പോകും, ചില ജോലി പോകും, വരുമാനം നഷ്ടപ്പെടും, കുടുംബത്തെ നയിക്കാൻ ശക്തി ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈയും കാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കൈകാലിട്ട് അടിക്കാതെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു നിങ്ങൾ ഒറ്റക്കായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം എടുത്ത് കേൾക്കണം. എന്താണ്? തൻ്റെ വാഗ്ദാനങ്ങൾ വാക്കുപാലിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളെ പോലെയല്ല. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അടയിരിക്കണം, അതാണ് പ്രശ്നം. ചില പക്ഷികളൊക്കെ സ്വാഭാവികമായ രീതിയിൽ മത്സ്യങ്ങളെ പ്രത്യേകിച്ച് മുട്ടയിട്ടിട്ട് അതുങ്ങളെ പോയി കളയും അവിടുന്ന്. ചിലത് മാത്രമാണ് അടയിരിക്കണത്. ഉടമ്പടിയുടെ രീതി, നമ്മൾ ഉടമ്പടി ചെയ്ത വചനത്തിൽ നമ്മൾ അടയിരിക്കേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, നമ്മുടെ വിശ്വസ്തയുടെ ചൂട് കൊണ്ടാണ് ഇത് വിരിയണത് ശരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കറങ്ങി നടന്നിട്ട് കാര്യമില്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ?
ഉടമ്പടി എടുത്താൽ ആ എല്ലാം വിരിയാതെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ അതിൻ്റെ കൂടെ വിശ്വസ്തതയും വിശ്വാസവും, വിശ്വസ്തതയെന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സൽപ്രവൃത്തികൾ, പ്രാർത്ഥനയെല്ലാം വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നു അല്ലേ, അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രോഗികളെ പോയി കാണുന്നു, അതുപോലെ തന്നെ അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു, സുവിശേഷം പ്രചരിക്കുന്നു, അതുപോലെ തന്നെ കർത്താവിനെ അറിയിക്കാൻ വേണ്ടി കൃപാസനം പത്രം മിഷൻ ജോലി ചെയ്യുന്നു. അതെല്ലാം വിശ്വസ്തതയുടെ ഭാഗമാണ്. വിശ്വാസത്തെക്കാളുപരി വിശ്വസ്തതയാണ്. ഇതെല്ലാം ഒരു തരം മുട്ടയുടെ പുറത്തിരുന്ന് ചൂട് കൊടുത്ത്, വിശ്വസ്തതയുടെ ചൂട് കൊടുത്ത് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ മുട്ടകളെ നമ്മൾ വിരിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഇട്ടിട്ട് ഉത്തരവാദിത്വമില്ലാതെ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കണം. അതുകൊണ്ടാണ് കൂടെ നിൽക്കാൻ പറ്റാത്തവർ ഞങ്ങൾ ഉടമ്പടി ചെയ്യിക്കാത്തത്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇവർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുമോ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ചെയ്യിക്കത്തില്ല. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഉടമ്പടി ചെയ്യിക്കത്തില്ല. അത് കാര്യത്തിൽ അവർ ചെയ്യും, ആ പ്രാർത്ഥനയൊക്കെ അവർ ചെയ്യും, അത്രയേ ഉള്ളൂ. പ്രാർത്ഥനയെ കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള അവൻ പറയണ പോലെ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യവും ഉടമ്പടിയുടെ ഭാഗമാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താ? നിങ്ങൾക്ക് പലർക്കും ഉള്ളത് ക്ലാപ്പ് പേപ്പർ നോക്കുമ്പോൾ എങ്ങനെ അച്ഛൻ അച്ഛൻ ചോദിക്കുമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഞങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കണത്. അത് ഈ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ പിള്ളേരെ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ അമ്മാമ്മമാർ പറയത്തില്ലേ, കോക്കോ വരുമെന്നൊക്കെ പറയത്തില്ലേ, പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി ചാത്തം വരുമെന്നൊക്കെ പറയത്തില്ലേ. അതുപോലെയാണ് ഈ ക്ലാപ്പ് പേപ്പർ അച്ഛൻ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്ന കാര്യം സത്യമാണ്. എങ്ങനെ എൻ്റെ കണ്ണിൽ നിങ്ങളെ ഫ്രോഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതായിരിക്കത്തില്ല അതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടി കത്തണത് എപ്പോഴും ദൈവസ്നേഹത്തിലാണ്, ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം. ഈ വ്യക്തിപരമായ സ്നേഹമുള്ളവർക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? വ്യക്തിപരമായ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം പറയുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യും. ഉടമ്പടി എപ്പോഴും കത്തണത് ഇരട്ടി ചെയ്യുമ്പോഴാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയാണ്. ഈശോ എന്താ പറഞ്ഞ? പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നീ ഇപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഒന്ന് പറഞ്ഞ, നിന്റെ കുടം താഴ്ത്തി തരിക, നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ദൈവം നിശ്ചയിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളം കണ്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പറഞ്ഞാൽ 5 ചെയ്യുന്ന ആൾക്കാരല്ല, 10 പറഞ്ഞാൽ 20 ചെയ്യുന്ന ആൾക്കാരാണ്. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? സിറ്റുവേഷൻ പറഞ്ഞു തരാം. അതായത് ഈ വചനത്തിൻ്റെ ഉൽപ്പത്തി 24:14 സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഫ്രിത്യനെ വിടുന്നതാണ് രംഗം. അപ്പോഴെന്താ സംഭവിച്ചത്? എബ്രാഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ആൾക്കാർ തന്നെ വേണം, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ കലർപ്പുണ്ടാകുകയും ശക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എബ്രാഹിം തീർച്ചയായിട്ടും നീ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരിൽ പോവുക, പക്ഷേ വിശ്വാസത്തിന് വിരുദ്ധമായി ചെയ്യരുതെന്ന് എബ്രാഹിം തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. കൈ തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. ഉടമ്പടി ചെയ്തിട്ട് ആണ് വിടുന്നത്. അപ്പോഴിവൻ ആദ്യമായിട്ട് ഹാരാനിൽ ചെല്ലുമ്പോൾ ഈവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദാസൻ എന്നാ പ്രാർത്ഥിക്കണത്? കർത്താവേ, ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം കോരാൻ ഈ നാട്ടുകാരായ സ്ത്രീകൾ ഒത്തിരി കിണറ്റി വരുന്നുണ്ട്, കിണറ്റിൻ ചുവട്ടിലോട്ട് വരുന്നുണ്ട്.
അങ്ങ് തന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടയാളത്തിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ അവരരയിലെ കുടം ഇങ്ങനെ കമത്തി എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു തരും. എന്നിട്ട് അവരെന്നോട് പറയണം, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറഞ്ഞാൽ, കർത്താവേ, ആ വ്യക്തിയായിരിക്കും നീ നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ യജമാനായ എബ്രഹത്തിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ വൈഫ്, ഭാര്യ എന്ന് പറയും. അതാരാണ്? റബേക്കയാണ് ശരിക്കും. ഇവൻ ചെല്ലുമ്പോൾ തന്നെ റബേക്ക പറയണത് അതാണ്. ആദ്യമായിട്ട് കാണുകയാണ്. വെള്ളം ചോദിക്കുക പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാമെന്ന് പറയും. അപ്പോൾ ഇവൻ ദൈവത്തെ സ്തുതിക്കും. എന്താ പറയണത്? ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു.